അമിതേ ടാറ്റ. അമിത പോവാ. അമിത വീട്ടിൽ പോവാണ് ഗൈസ്. ഇതാണ് ഗൈസ്. അതിനൊന്ന് കാണിച്ചോളൂ. കുറെ നേരം ചോദിക്കുന്നു. ഇതാണ് ഗൈസ്. കാണിച്ചു തരാം ഗൈസ്. അമിത ഇനി അടുത്ത കാലത്തൊന്നും തിരിച്ചു വരാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ബിഗ് ലഗേജ്. അമിത പോവാ ഗൈസ്. എനിക്ക് നല്ല വിഷമമുണ്ട് ഗൈസ്. എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഹായ് പറയണം. അയ്യോ ബസ് അതിന് പോയിക്കോട്ടോ ഗൈസ്. ദാണ്ടെ ബസ് വന്നു. ഓക്കെ ബൈ. എനിക്കറിയാൻ പാടില്ല. ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ്. ആക്ച്വലി അതിൽ ഗുഡ് ആഫ്റ്റർനൂൺ ഒന്നും അല്ല, പക്ഷെ നമ്മളങ്ങനെയാണല്ലോ പറഞ്ഞ് ശീലിച്ചതല്ല ഹരിച്ചത്. ഗൈസ് ഞങ്ങൾക്ക് സഡൻലി ഒരു അൺഎക്സ്പെക്റ്റഡ് ന്യൂസ് കിട്ടി. തിങ്കളാഴ്ച തൊട്ട് ഞങ്ങൾക്ക് ഇൻറ്റേർണൽ എക്സാം നടത്തി 4 ദിവസത്തെ പരീക്ഷ കഴിഞ്ഞ് ഉടനെ ഞങ്ങളെ ഫീൽഡ് വിടാനാണ് ഇവരുടെ പ്ലാൻ. ജൂൺ 20 തൊട്ട് ജൂലൈ 20 വരെ ഫീൽഡ് വർക്ക് കഴിഞ്ഞ് വന്ന ഉടനെ എക്സാമും ഡെസർട്ടേഷനും വെച്ചിട്ട് ഓഗസ്റ്റിൽ ജൂൺ 20 ശേഷം സെം എക്സാം നടത്തി ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ ഞങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടാനാണ് പ്ലാൻ. ഗൈസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. പെട്ടെന്ന് സെപ്റ്റംബർ വരെ ഇവിടെ ഉണ്ടാവും എന്നൊരു ഇതിലിങ്ങനെ നിൽക്കുമായിരുന്നു. ഭയങ്കര കൂളായി റഷൊന്നും ഇല്ലാതെ സമാധാനമായി ഇരിക്കാം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ഇന്ന് രാവിലെ വരെ ഉച്ചവരെ അല്ലേ, പെട്ടെന്നതൊക്കെ മാറി ഗൈസ്. എന്തോ ആശയങ്ങളൊന്നും വരണില്ല. ഒരുമാതിരി ഓരോരോ നമ്പാവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ട് ഗൈസ്. അറിയില്ല, ചിലപ്പം പൊരുത്തപ്പെടാനുള്ള ഇതായിരിക്കും. ഞങ്ങളിപ്പോൾ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് 2 പേരെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിട്ടിട്ടുണ്ട്. അവർ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അതുവരെയൊക്കെയായി കാര്യങ്ങൾ. മെട്രിക്കുലേഷനൊക്കെ കൊടുക്കാനായി ഗൈസ്. കളഞ്ഞു വിടലാണ് ഗൈസ് നമ്മളെ. ഞങ്ങളിതാ സർക്കിളിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഒരു പക്ഷേ ഇവിടെ ഇരിക്കാൻ സാധ്യതയില്ല നമ്മൾ ഈ തിരക്കൊക്കെ ആയി കഴിയുമ്പോൾ. ഗൈസ് ഇന്നലെ വരച്ച മൈലാഞ്ചി ഉണ്ടോ ഗൈസ്? ഇന്നത്തോടുകൂടി കഴിഞ്ഞു. ഇന്നലത്തെ അർമാദക്കിൽ കണ്ടപ്പോഴേ പറഞ്ഞായിരുന്നു ട്രിപ്പൊക്കെ പോകാൻ ആക്ച്വലി സമയം ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷേ സഡൻലി ഇറ്റ് ഹാപ്പൻഡ്. സാരമില്ല എന്ന് പറയുമ്പോൾ ഒരു ടെൻഷൻ. ചെന്നിട്ട് എല്ലാവരും കാണിച്ചു തരാം. ഇതാണെന്ന് വീട്ടിലും പോയി. അതെ, വി ഹാവ് ടു ആക്സെപ്റ്റ് ഇതൊക്കെ അല്ലേ. പെട്ടെന്ന് വരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അതിനാണല്ലോ നമ്മൾ 2 കൊല്ലം സോഷ്യൽ വർക്ക് പഠിച്ചത്. 5 കൊല്ലം 2 കൊല്ലം 5 കൊല്ലം കഴിച്ച് ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഫീൽഡൊന്നും തീരുമാനമായിട്ടില്ല. അതിൻ്റെയൊക്കെ അന്വേഷണത്തിൽ ഇരിക്കുകയാണ്. അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇനി ഒരുപാട് കാലമൊന്നും ഇതൊക്കെ ആയിട്ടുള്ള വ്ളോഗ്സ് ഒന്നും ഉണ്ടാവില്ല ഗൈസ്. ഞാൻ ഒറ്റയ്ക്കാവും. ഓക്കെ, ബൈ ഗൈസ്. ഞങ്ങള് മിഷൻ ജോയുടെ ഫോണിന് പോവാണ്. അതെ, എവിടെ പോയി ഗൈസ്? ജോ ഫോണ് മിസ്സാക്കിയിരിക്കുകയാണ്. ഇന്നത്തെ ലോങ് ഷെഡ്യൂളിന് ശേഷം ഫീസൊക്കെ കണ്ട് അടച്ച് ഒന്ന് എവിടെയെങ്കിലും സ്ഥലം സഹിക്കാന്ന് വിചാരിച്ചപ്പോൾ ഒരാളെ ഫോണ് കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഫോൺ തപ്പി ഇറങ്ങിയിരിക്കുകയാണ് ക്യാമ്പസിലേക്ക്. ഞാനതപ്പോൾ എഴുതിയെന്നറിയോ, ഇപ്പൊ ഇത് ഫോൺ തരാൻ പോയിട്ട് ഇപ്പം വന്ന വണ്ടിയിൽ 5 കുത്തിയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എൻ്റെ മോളെ ഗൈസ്. അപ്പോൾ നമുക്ക് ഫോൺ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. അവക്ക് ഇൻട്രൂസീവ് തോട്ട്സ് അടി.
ഗൈസ് എന്റെ കൊച്ചിന് ഓർമ്മ വന്നിട്ടുണ്ട് കേട്ടോ. ഫോൺ വെച്ച സ്ഥലം ഓർമ്മ വന്നെന്ന് പറയുന്നത്. പോയി നോക്കാം. ഇന്ന് എന്തായാലും നല്ലൊരു പ്രത്യേകതരം ദിവസമായിരുന്നു. ഷോക്കിംഗ്. അടുത്തത് 2-3 മൈനേനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗൈസ് ഞങ്ങളുടെ ചോലയാട്ടോ, മഴയൊക്കെ പെയ്ത് കിടക്കുന്ന ചോല കണ്ടോ. ചുമ്മാ ഇരിച്ചോന്നാട്ടാ. ഗൈസ് നിങ്ങൾ കണ്ടോ മൈന? ഇതാണ് ഞങ്ങളുടെ ക്യാമ്പസ്. ബ്യൂട്ടിഫുൾ അല്ലേ? ചെറിയ മഴ ചാറുന്നുണ്ട്. ഇതാണ് ഗൈസ് ചോല. ഇതാണ് ഊള. പിള്ളേരൊക്കെ സൈക്കിളൊക്കെ ചവിട്ടി വരണം കണ്ടോ ഗൈസ്. ഒന്ന് ആ മുത്തിന്ന് കാണിച്ചിങ്ങോട്ട്. എന്റെ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഉണ്ട് ഫോണ്, ഇവിടെ വെയിങ് മെഷീൻ ഉണ്ട്, ഇപ്പുറത്തെ കുറച്ച് രജിസ്റ്റർ ഉണ്ട്, അതിന് മുകളിൽ വെച്ചു. ഇവിടെ ഉണ്ട് ഫോണ്. ഞങ്ങൾ സ്ഥലത്തെത്തി, പക്ഷെ ഇത് പൂട്ടിപ്പോയിരിക്കുകയാണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആട്ടോ. അതാണ് HODയുടെ റൂം. അപ്പോ ഇന്ന പരിപാടി നടക്കുന്നു തോന്നുന്നില്ല. എന്ത് ചെയ്യാ? ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഫോണിലേക്ക് വിളിച്ചു പോലും നോക്കിയില്ല. അവിടെ പകുതി കഴിക്കുമോ ഞങ്ങൾ വീണ്ടും തിരിച്ചു തരാം. അനക്ക് കണ്ടന്റ് കിട്ടണമെങ്കിൽ ഞാനൊരു ഫേമസ് യൂട്യൂബർ ആയിരുന്നു. അതെ, ജോപ്ലി എന്ന് പറഞ്ഞ ചാനൽ ഉണ്ടായിരുന്നു. ഉണ്ട്. അത് നമുക്ക് ഇതാണ് അപ്ഡേറ്റ് ചെയ്യാൻ സുഹൃത്തുക്കൾ സമ്മതിക്കുന്നില്ല അത്ര. നമുക്ക് ഫോണിലേക്ക് വിളിച്ച് നോക്കാം. നിന്റെ ഫോണിൽ കോൾ പോവോ? നമുക്ക് ലൈവായിട്ടത് കാണാം ഗൈസ്. വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ അത് സൈലന്റിലാണോ എന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും വിളിച്ചു നോക്കാം. എന്നറിയോ, സോളിഡ് കൂടെ ഏറ്റവും കൂടുതൽ സൗണ്ട് പുറത്തേക്ക് വരുന്നു. റിങ്ങിയുണ്ട് നോക്ക്. അടിച്ചോ? കേക്കുണ്ട്. കേക്കണില്ലേ നിങ്ങള്? അതിക്ക് ഇനി വല്ല ഡെലൂഷൻ